ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി റേഷ്യോ. ദ ടേം പ്രോബബിലിറ്റി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ ഫേം ഏൺ ഇൻകം. ദ പ്രോബിലിറ്റി ഓഫ് എ ഫേം ക്യാൻ ബി ഈസിലി മെഷേർഡ് ബൈ ഇറ്റ്സ് പ്രോബിലിറ്റി റേഷ്യോ. ദ ഫസ്റ്റ് പ്രോബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ദ സെയിൽസ് ആൻഡ് സെക്കൻഡ് പ്രോബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് പ്രോബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഒരു ഫേമിന് ഇൻകം, നമുക്കറിയാം ഏത് ഫേമിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താ, ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് ഓർ ടു ഏൺ മാക്സിമം ഇൻകം. അപ്പോൾ ഇൻകം നേടാനുള്ള ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബബിലിറ്റി റേഷ്യോയിലൂടെ കാൽക്കുലേറ്റ് ചെയ്യണത്. അത് രണ്ട് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓൺ ദി ബേസ് ഓഫ് സെയിൽസിൻ്റെ ബേസിലും ഓൺ ദ ബേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിൽ. അല്ലെങ്കിൽ ഫസ്റ്റ് വൺ നോക്കാം, ഓൺ ദ ബേസ് ഓഫ് സെയിൽസിൻ്റെ ബേസിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ള രീതി. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പഠിച്ചാണല്ലേ, ഒരു കമ്പനിയുടെ ഏർണിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ആ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണെന്ന് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രോസ് മാർജിൻ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. ഇത്ര പെർസെൻറ്റേജ് ഗ്രോസ് പ്രോഫിറ്റ്, ഇത്ര പെർസെൻറ്റേജ് ആണ് നമ്മളെ ടോട്ടൽ എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതൊക്കെയാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇതാണ് അതിൻ്റെ ഇക്വേഷന്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യനിലൂടെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ക്വസ്റ്റ്യന് കമ്പ്യൂട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. താഴെ കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. സെയിൽസ് 5,12,000, സെയിൽസ് റിട്ടേൺ 10,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000, ക്ലോസ് സ്റ്റോക്ക് 64,400, പർച്ചേസ് 3,92,000, പർച്ചേസ് റിട്ടേൺ 8,000. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. അത് കണ്ടുപിടിക്കാൻ ഉള്ളൊരു ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 82,000 ക്വസ്റ്റ്യനുണ്ട്. പർച്ചേസ് തന്നിട്ടുണ്ട്. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ടാണ്. 83,84,000 മൈനസ് ക്ലോസ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 64,400 ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടും. എത്ര കിട്ടും? 4,01,600 എന്ന് കിട്ടും. ഇനി നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കണം അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കണം. നെറ്റ് സെയിൽസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. 5,12,000 മൈനസ് 10,000 ഈക്വൽ ടു 5,02,000. ഇനി ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ നോക്കാം, 4,01,600 മൈനസ് 5,02,000 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഓക്കെ, ഇവിടെ എമൗണ്ട് എഴുതിയത് മാറിപ്പോയതാണ്. 5,02,000 മൈനസ് 4,01,600 മൈനസ് ചെയ്താൽ 1,04,000 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി, നെറ്റ് സെയിൽസ് കിട്ടി. പിന്നെ അത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതായത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,04,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് 5,02,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 20% എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 20% ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞത്. ഇൻ്റർപ്രിട്ടേഷൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് ഫോർ എവറി ₹100 ഓഫ് സെയിൽസ് ദ ഫേം ഹാസ് ഏൺഡ് എ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ₹20. അതായത് ഒരു 100 രൂപയുടെ സെയിൽസ് നടക്കുമ്പോൾ 20 രൂപ എന്ത് കിട്ടുന്നുണ്ട്? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നതാണ് അതിൻ്റെ കൺക്ലൂഷൻ. ഓക്കെ, 100 രൂപയുടെ ഒരു സെയിൽസ് നടക്കുമ്പോൾ അതിൽ 20% എന്താണ്, ആ കമ്പനിക്ക് പ്രോഫിറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. നെക്സ്റ്റ് നോക്കാം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ രണ്ടാമത്തെ പറഞ്ഞ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI എന്ന് ഷോർട്ടാക്കി നമ്മൾ എഴുതാറുണ്ട്.
When a firm invests money in a business, it is naturally expected adequate return on its investment. Therefore, the firm want to know how much profit is earned on its investment. It is known as this ROE is calculated. ROE is measures to overall profitability. It is also called accounting rate of return. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എത്ര വരുമാനം കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഫേമിലൊരു 10 lakh എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വർഷത്തിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഒരു വർഷത്തിൽ എത്ര ഏണിങ്സ് കിട്ടും എന്നതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താ പറയുക റിട്ടേൺ ഇൻവെസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് തിരിച്ച് കിട്ടുന്നത് എന്താണോ അതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. ഇനി ഓരോന്നിനും സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓർ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇതാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൻ്റെ ഇക്വേഷന്. ഇനി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഈക്വൽ ടു നെറ്റ് ഫിക്സഡ് അസെറ്റ് പ്ലസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഫിക്സഡ് അസെറ്റും കറണ്ട് അസെറ്റും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെറ്റ് ഫിക്സഡ് അസെറ്റ് ഇസിക്കൽ ടു 2,50,000, കറണ്ട് അസെറ്റ് ഇസിക്കൽ ടു 1,50,000, കറണ്ട് ലയബിലിറ്റീസ് 75,000, ഗ്രോസ് പ്രോഫിറ്റ് 1,06,000, ദെൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 24,000, സെല്ലിംഗ് എക്സ്പെൻസ് 30,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 12,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 40,000, നെറ്റ് പ്രോഫിറ്റ് 26,000. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഓർ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് 1,06,000 മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഏതൊക്കെയാണ് നോക്കാം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ഏതാണ് 24,000 പ്ലസ് 30,000, അതായത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും അതാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 54,000 എന്ന് കിട്ടും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഈസ് ഈക്വൽ ടു 1,06,000 മൈനസ് 54 ഈസ് ഈക്വൽ ടു 52,000 എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഈസ് ഈക്വൽ ടു 52,000. ഇനി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഈക്വൽ ടു നെറ്റ് ഫിക്സഡ് അസെറ്റ് പ്ലസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. നെറ്റ് ഫിക്സഡ് അസെറ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 2,50,000 പ്ലസ് 1,50,000 മൈനസ് 75,000 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് ഈക്വൽ ടു 3,25,000. ഇനി നോക്കാം, നമുക്ക് രണ്ടും കിട്ടി. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 52,000 എന്ന് കിട്ടി. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമുക്ക് 3,25,000 കിട്ടി. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 52,000 ഡിവൈഡഡ് ബൈ 3,25,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 60%. ഇതാണ് ക്യാപിറ്റൽ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഞാൻ എത്ര എമൗണ്ടാണ് 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 16% എനിക്ക് എന്ത് കിട്ടും? ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പെർസെൻറ്റേജിൽ. ഇപ്പോൾ രണ്ടും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ട് മെത്തേഡാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ ഏൺ ചെയ്യുക, അതിൻ്റെ എബിലിറ്റി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടുന്നു അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജിലാണ് നമ്മൾ പറയാറുള്ളത്. 100 രൂപയ്ക്ക് സെയിൽസിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുന്നത്. രണ്ടാമതായിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണോ റിട്ടേൺ കിട്ടുന്നത് എന്നാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുക വേണം. പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ
തേർഡ് സെമസ്റ്റർ BBAയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള പോർഷന് കംപ്ലീറ്റ് ആയി. ഇനി ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. അസൈൻമെൻറ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോ നോക്കിയിട്ട് എഴുതാം. അത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, തിയറി പോർഷനാണ്. അപ്പോൾ അത് എൻ്റെ മെയിൽ ID എത്രയും പെട്ടെന്ന് അയക്കാം. അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ മാർക്ക് ഉണ്ടാവുക. അപ്പോൾ ലേറ്റായിട്ട് റീപ്ലൈ തരുന്നവർക്ക് അതിനനുസരിച്ച് മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓൺ ടൈമിൽ എല്ലാവരും തരിക. പിന്നെ ഇതുവരെയുള്ള ചാപ്റ്ററുകളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.